വെൽക്കം ബാക്ക് എവ്രി വൺ. നമുക്കിന്ന് ഒരു ടാറ്റു കഥ കേട്ടല്ലോ. നമ്മൾ ടാറ്റു ചെയ്യാനായിട്ട് പോയത് തളിപ്പറമ്പിലുള്ള ഒരു സ്റ്റുഡിയോയിലേക്കാണ്. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ടാറ്റു ചെയ്തിരുന്ന ആൾ വരച്ച പിക്ചേഴ്സാണ്. ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ലിവർപൂളിൻ്റെ ഒരു ടാറ്റു ആയിരുന്നു, യു വിൽ നെവർ വാക്ക് അലോൺ എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങൾ ഫോണ്ട് എടുത്തു. പിന്നെ അവിടെ ആ ഒരു ഹെയറൊക്കെ അവർ റിമൂവ് ചെയ്ത് തന്നു. പിന്നെ നേരെ ടാറ്റു ചെയ്യാൻ തുടങ്ങുകയല്ല ചെയ്യുന്നത്, അതിന് മുന്നേ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം പ്രിൻ്റ് ഔട്ട് എടുത്ത ആ ഒരു സാധനം, ഇതിനെന്താ പറയാമെന്നറിയില്ല, അതവിടെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ അത് ഒരു ലിക്വിഡ് പോലെ ഒരു സംഭവം തടകി അത് വലിക്കുന്ന സമയത്ത് അതവിടെ ഇങ്ങനെ പേസ്റ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അവിടെ അവരെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അവിടെ വെച്ച് അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ കെയർഫുള്ളായിട്ടായിരുന്നു അവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പിന്നെ അവർ ആ മെഷീനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ടാറ്റു ചെയ്യാൻ തുടങ്ങി. ഇത് കുറേ നേരം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം ഒരു 1 hour എടുത്തിട്ടുണ്ടാകും. കാരണം ഒരു ലെയർ ഇട്ടു, പിന്നെ അതിനുശേഷം പിന്നെയും ഒരു ലെയർ ഇട്ടു, പിന്നെ അതിനുശേഷം വേറെ ഒരു ലെയർ ഇട്ടു, അങ്ങനെയാണ് ചെയ്തത്. ഇത് ഇവരിവിടെ യൂസ് ചെയ്യുന്നതൊക്കെ ഫ്രഷ് കാര്യങ്ങളാണ്. കാരണം അവർ ഞങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തേക്ക് ഇങ്ക് നിറച്ചു. പിന്നെ കുറേ ടൈം എടുത്തായിരുന്നു. പിന്നെ വിചാരിക്കുന്ന പോലെയല്ല, ഈ ഒരു പോർഷനിൽ ചെയ്യുമ്പം നല്ല പെയിൻ ഉണ്ടാവും. അവർ പറഞ്ഞത് അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഒരു ഏകദേശം 1-2 വീക്സോളം നല്ല പെയിനും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ആ ഒരു ലെയർ സ്കിൻ അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ഔട്ട്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ ഇവർക്ക് ആ ഒരു ടൈമിൽ എന്തോ ഒരു തിരക്കുണ്ടായിരുന്നു, എങ്കിൽ കൂടെ ഞങ്ങൾക്കത് ചെയ്തു തന്നു. ഇതിപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഫൈനലായിട്ട് കാണാൻ വേണ്ടിയിട്ട്.